മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് 18 വയസ്സ് തികയുന്നതിനു മുമ്പേ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നിയമോപദേശം തേടാനിരിക്കുകയാണ്. വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ലൈസൻസ് അനുവദിക്കുമ്പോൾ ഗണേഷ് കുമാറിന് നിയമപരമായ പ്രായപൂർത്തി ഉണ്ടായിരുന്നില്ല എന്നതാണ്. ലൈസൻസിനുള്ള വിവരങ്ങൾ പ്രകാരം ഗണേഷ് കുമാറിന്റെ ജനനതീയതി 1966 മെയ് 25 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ലൈസൻസ് അനുവദിച്ചത് 1984 ഫെബ്രുവരി 13-നാണ്. അതായത് അന്ന് അദ്ദേഹത്തിന് 17 വയസ്സും 8 മാസവും മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. നിലവിലുള്ള നിയമപ്രകാരം ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതിനാൽ അന്നത്തെ ലൈസൻസ് അനുവദിക്കൽ നിയമവിരുദ്ധമായിരുന്നെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത്രയും വലിയ സാങ്കേതിക മാറ്റങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൽ പിന്നീട് വന്നിട്ടും, പ്രത്യേകിച്ച് സാരഥി പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടും ഈ പ്രായപരമായ പ്രശ്നം ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്നതും ശ്രദ്ധേയമാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിഷയമായതിനാലും അന്നത്തെ രേഖകളും നടപടികളും പരിശോധിക്കേണ്ടതിനാലും നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടാനാണ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഗതാഗത കമ്മീഷൻ സി. നാഗരാജ് തന്നെയാണ് ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിച്ചത്. ഇതിനൊപ്പം മറ്റൊരു വിവാദവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഗണേഷ് കുമാറിന്റെ ലൈസൻസിൽ പേരിനൊപ്പം MLA എന്ന പദം ചേർത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത്. സാധാരണയായി ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ വ്യക്തിയുടെ പേര് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിനാൽ ലൈസൻസിലെ ഗണേഷ് കുമാർ MLA എന്ന പേര് മാറ്റി ആധാറിലുള്ള യഥാർത്ഥ പേര് മാത്രം രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളും വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 2019 മുമ്പ് സാരഥി സോഫ്റ്റ്വെയർ നിലവിൽ വരുന്നതിന് മുമ്പാണ് പേരിനൊപ്പം MLA ചേർത്തതെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ലൈസൻസിന്റെ കാലാവധി 2028 ജൂലൈ 10 വരെയാണ്. എന്നാൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ലൈസൻസ് ലഭിച്ചെന്ന കണ്ടെത്തൽ പുറത്തുവന്നതോടെ അന്നത്തെ നടപടിക്രമങ്ങൾ, ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ പങ്ക്, പിന്നീട് ലൈസൻസ് പുതുക്കിയ രീതികൾ എന്നിവയും കൂടുതൽ പരിശോധിക്കാനിടയുണ്ട്.